നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ അടുത്ത ദിവസമായി ഇരിക്കുകയാണ്. ആദ്യം തന്നെ എൻ്റെ മുടി വെട്ടിയാക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയേണ്ട, സന്തോഷം മാത്രം. അപ്പോൾ നമ്മുടെ പരിപാടി ജോലിക്ക് പോകുന്നു. ഇന്ന് ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. വെറുതെ പോവുക, ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല കുലുക്കി കൊടുക്കുക, ഇങ്ങനെ ആക്കി കൊടുക്കുക, രണ്ട് കാപ്പി കുടിക്കുക. അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പം അതിന് പോവുക, ഇരിക്കുക, തിരിച്ചു പോവുക. മീറ്റിംഗ് 8 മണിക്കൂർ എന്ത് മീറ്റിംഗ് കാണാവുക. എന്തേലും ആവട്ടെ, നമ്മളോട് വരാൻ പറഞ്ഞ് നമ്മൾ പോവുക, ഇരിക്കുക, വേണ്ടത് ചെയ്തു കൊടുക്കുക. അതല്ലാതെ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് തിരക്കുകളായിരുന്നു, അതുകൊണ്ട് ഞാൻ തപ്പിയിട്ടുമില്ല. ഞാനായിട്ട് പ്രത്യേകിച്ച് അവിടെ ചെയ്യേണ്ടതായിട്ടില്ല. ചെയ്യാനായിട്ട് കമ്പനിയുടെ ഓണറും ടീമുകളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ചുമ്മാ പോയി ഇരുന്ന് കൊടുക്കുക. അവർ വരുന്നതുകൊണ്ടാണ് ഈ മുടി വെട്ടണേണ്ട ഇതുവരെ ചേഞ്ച് ചെയ്ത് ഇന്ന് പോയി മുടി വെട്ടിയത്. കാരണം നമ്മൾ ഇച്ചിരി വൃത്തിക്കൊക്കെ പോണത് നമ്മുടെ ഒരു ബേസിക് മര്യാദയാണല്ലോ. ഇത്രയും ലക്ഷങ്ങളുടെ ബിസിനസ് ഡീലൊക്കെ അല്ലേ നടക്കണേ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ജോലിക്ക് വന്നേക്കുന്നു, ജോലിക്ക് പോകുന്നു, ഇന്ന് അവിടെ വെറുതെ ഇരിക്കാൻ പോകുന്നു. കൂട്ടത്തിൽ നമ്മുടെ ടീമുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ ജോലിക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് വന്നു. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നമുക്കൊന്നും അറിയില്ലെങ്കിലും അറിയുന്നത് പോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ജാതി പരിപാടിയാണ്. എനിക്കിന്ന് എന്തിനാണ് ഈ മീറ്റിംഗ് നടക്കണമെന്ന് ഒരു പിടിയില്ല. എന്തിനോ ആർക്കു വേണ്ടിയോ എന്തിനൊക്കെയോ നടക്കുന്നു. നോമിനോട് വരാൻ പറഞ്ഞു. നോം ക്ലാസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിങ്ങോട്ട് വന്നു. കാലത്തൊട്ട് അതിൻ്റെ കൂടെ ഒരു ആക്കിച്ചിരി, അതിൻ്റെ കൂടെ അതെ 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 അങ്ങനെയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ 2 മണിക്കൂറായിട്ട് അതാ ചെയ്യണേ. എന്തായാലേ ഒരു പിടിയില്ല. അവർ വരാൻ പറഞ്ഞു, വന്നു ഇരുന്നു. ഇരിക്കുന്നതിന് മണിക്കൂറിന് കാശ് കിട്ടും. ഹാപ്പി. സുന്ദരനാവണമെന്നു പറഞ്ഞില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു മര്യാദയ്ക്ക് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായി എന്ന് മാത്രം. എന്തേലും ആവട്ടെ. ഇതുവരെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ആലോചന ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നു. ഇനി ഇരിക്കണം. 8 മണിക്കൂറുണ്ട്, 3-4 ടീം വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കൂടി ഇരിക്കണം. പ്രസൻറ്റേഷൻ ഉണ്ടാക്കൽ അത് നമ്മളില്ല, വേറെ ടീമുകൾ. നമ്മൾ വരാം, ഇരിക്കുക, ഒപ്പം കൈ കൊട്ടുമ്പോൾ കൈ കൊട്ടുക, ചിരിക്കുമ്പോൾ ചിരിക്കുക, കഴിക്കുമ്പോൾ കഴിക്കുക. എന്തെങ്കിലും പറയണമെങ്കിൽ വെറുതെ ആ അല്ലെങ്കിൽ ഇല്ല. ഞാൻ മിക്കതും എൻ്റെ കൂടെ ഒരുത്തരും കൂടി ഉണ്ട്. അവൻ പറയണത് എന്താണോ അതന്നെ ഞാനും സെയിം. യെസ്, നോ, അല്ലെങ്കിൽ മേ ബി, മേ നോട്ട് ബി, അങ്ങനെ, അല്ലെങ്കിൽ മൈറ്റ് ബി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്തേലും ആവട്ടെ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ബാത്റൂമിലൊക്കെ പോയി പരിപാടിയൊക്കെ തീർക്കട്ടെ. അങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം ഇതുവരെ. കോഫി ബ്രേക്ക്. ഹൗ ഈസ് ദ വർക്ക്? തെറ്റില്ലാത്ത രീതിയിൽ പരിപാടികൾ ഇതുവരെ പോയിട്ടുണ്ട്. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ സംസാരിച്ച് ഔട്ട് ഓഫ് ടോപ്പിക് ആകുമ്പോൾ നമ്മളും കുറച്ച് കത്തി വെച്ച് തുടങ്ങുമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു നീക്ക് പോക്ക്. അപ്പം ഞാൻ കത്തി വെച്ച് നമ്മുടെ കയ്യിൽ വരുന്ന സാധനമാണല്ലോ ഫുഡ്. മഴയും കൂടി പെയ്തട്ടെ, പറ്റണില്ല. അപ്പോൾ ഫുഡിനെ കുറിച്ച് ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് വർണ്ണിച്ചു. അത് ആ വന്നവർക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ അമ്മേ കാറ്റ് നല്ല രീതിയിൽ ബോധിക്കുകയും ചെയ്തു. കാറ്റ് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചേ, ഒന്നനേരുതല്ലോ. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് ബോധിച്ചുകൊണ്ട് തന്നെ ബ്രേക്ക് ആയപ്പോൾ മുതലാളി എൻ്റെ അടുത്ത് പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. ഏത് കടയിൽ നിന്നാന്ന് വെച്ചാൽ അവർ ഞാൻ ഇല്ലെങ്കിലും കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അവർക്കറിയാലേ വെറുതെ തല കുലുക്കിയിരിക്കാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആ കടയിലേക്ക് പോകാൻ ഇറങ്ങി ഇതിൻ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് മഴയും തുടങ്ങി. ഇന്ന് മഴ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുടിയില്ലാത്തതുകൊണ്ടാണ് മുടി കറക്കുന്നത്, ഡ്രസ്സ് കറക്കുന്നുണ്ട് നിങ്ങൾ. ഒടുക്കത്തെ കാറ്റ്, പെട്ട് അന്തസ്സായിട്ട് പെട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി ഡംപ്ലിങ്സ് മേടിച്ച് കഴിക്കാറുള്ള കടയുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ മേടിച്ച് കഴിച്ചില്ല, പണ്ട് ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ കടയിൽ പോകണം, മേടിക്കണം, നനയാണ്ട് വരണം എന്നാണ് ആഗ്രഹം. പക്ഷെ നനയും നോക്കിയേ പറക്കണത് ഞാൻ. ഷൂ നനയും. ഏത് നേരത്താണാവോ? വല്ല ചോറും കറീനെ കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ബിരിയാണീനെ കുറിച്ച്. ഇതിപ്പോൾ ഡംപ്ലിങ് കിട്ടുന്ന കട അങ്ങ് അറ്റത്താണ്. ആൾക്കാരൊക്കെ നോക്കി നോക്കിയേ മഴ നനഞ്ഞ് എല്ലാവരും മഴ നനഞ്ഞ് പോകുന്നു. ഇത് കണ്ണടച്ച് തുറന്നപ്പോൾ പെയ്ത മഴയാണ് കേട്ടോ. ഷൂ എന്ന് പറഞ്ഞ പെയ്ത മഴ. എവിടെ നിന്നാണോ ഈ മഴ കയറി വന്നത് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ എന്തായാലും പോട്ടെ. അപ്പോൾ കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരിക്ക്. ഇത്രയും ഡംപ്ലിങ്സാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ 1 പ്ലേറ്റ് പോർക്ക്, 1 പ്ലേറ്റ് ബീഫ്, 1 പ്ലേറ്റ് ഷ്രിമ്പ്, 1 പ്ലേറ്റ് ചിക്കൻ, അങ്ങനെ കുറച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്.
ഇനി എന്താവുമെന്ന് കണ്ടറിയാം. കൊളാവില്ല എന്ന് പ്രതീക്ഷിക്കുക. പോക്കറ്റുമില്ലേ, അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാത്തിരിക്കാം. എന്തോ ഭാഗ്യം, പൊതുവെ ഉള്ള പോലെ തന്നെ ഭാഗ്യം ഇന്നും കനിഞ്ഞിട്ടുണ്ട്. സാധനം മേടിച്ച് പുറത്തിറങ്ങി, മഴ മാറി. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് തിരിച്ച്. അതാണ് കട. ഇവിടുന്ന് ഇനി ഒരു 1/2 കിലോമീറ്റർ നടക്കണം. നമുക്ക് വിഷയമുള്ള കാര്യമില്ല, നമ്മൾ അത്ര കിലോമീറ്ററുകളോളം നടക്കുന്നു. അപ്പം അങ്ങോട്ട് നടക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തുന്നു, ഒന്നും കൂടി ചെറുതായിട്ട് തള്ളുന്നു, ഇതവർക്ക് കൊടുക്കുന്നു. അവരെ കാണിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലായിരുന്നെങ്കിൽ ഞാൻ വന്നേക്കുന്ന ക്ലയൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചതിന്. നിങ്ങൾ എന്നെ മാത്രം കണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ പോകുന്നു, ഒന്നും കൂടി വർണ്ണിച്ചിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കുന്നു. അവർ പോകുമ്പോൾ അവർ ഹാപ്പിയാക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നാളെയും അവരോട് ഉണ്ടാവും, മറ്റന്നേ അവരോട് ഉണ്ടാവും. എനിക്ക് വരാൻ താല്പര്യമില്ല, പക്ഷേ ക്ലയൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും ചില സാഹചര്യത്തിൽ നമ്മൾ നിസ്സഹായരാകും. അതാണ് അതിൻ്റെ ഒരു പരമമായ യാഥാർത്ഥ്യമായ സത്യം. അവരെന്നെ വിളിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നെന്തായാലും വന്നിന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാലത്തോട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ. പിന്നെ കുറച്ച് ചിരി, കുറച്ച് തള്ളിയതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഈ കയ്യിൽ കാണുന്ന സാധനം. പിന്നെ ഇപ്പോൾ നല്ല കാലാവസ്ഥയായി തുടങ്ങുന്നുണ്ട്. ആയ സന്തോഷം. മഴ പെയ്തു, അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പുറത്തിറങ്ങി നടന്നു തുടങ്ങി. ഇന്ന് മഴയുണ്ട് എന്ന് എനിക്ക് വെതർ പ്രകാരം അറിയാവുന്നതുകൊണ്ട് കുട എടുത്ത് ഭാഗ്യത്തിന് കൈ പിടിച്ചു. അപ്പോൾ ഇറങ്ങി നടന്ന് പെട്ടെന്ന് ഷും എന്ന് പറഞ്ഞൊരു മഴ. അത് ഞാൻ കട എത്താറായപ്പോഴേക്കും മഴയും മാറി. കടയിൽ കയറി ഇരുന്നു, മഴ കഴിഞ്ഞു. അപ്പോൾ സാധനം ബുക്ക് ചെയ്തു. ഇതിന് മൊത്തത്തിൽ എത്രയാ, 90, 30, 120 സംതിങ് മൊത്തം കൊടുത്തിട്ടുണ്ട്. 128 129 സ്ലോട്ടിൽ കൊടുത്തിട്ടുണ്ട്. 4 സെറ്റ് ഡംപ്ലിങ്സ്, പിന്നെ ഒരു ചിക്കൻ്റെ ഒരു വറുത്ത ഒരു ഐറ്റം, എന്തായാലും ആവട്ടെ. അപ്പം അത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഇതുവരെ. ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ യുദ്ധവും പരിപാടികളും എല്ലാം. സമാധാനപരമായ ദിവസം. നമുക്ക് നല്ല ചിൽ ഡേ ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. കഴുത്തിരിത്തിരി വേനുണ്ട്. ഇങ്ങനെ ആട്ടിയത് കൊണ്ടാകാം, കുഴപ്പമൊന്നുമില്ല, കാശ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഒരു ദുഃഖകരമായ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും വരണം. നാളെ എന്തുകൊണ്ട് വരണം എന്നുള്ള കാരണം നാളത്തെ വ്ളോഗിൽ പറയാം. എന്തായാലും നാളത്തെ വ്ളോഗ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് നാളെ വരും എന്നുള്ള കാര്യം മനസ്സിലാവും. ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ കാര്യം. ചിൽ ഡേ, നല്ല സ്മൂത്തായിട്ട് ഒന്നും ചെയ്യാണ്ട് അങ്ങോട്ട് തീർന്നു. ക്ലാസ്സിലെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെന്ന്. അപ്പം നാളെയും കൂടി ജോലിക്ക് വരാനുള്ളത് കൊണ്ട് കുറച്ചും കൂടി ക്ലാസ്സുകൾ അടുത്ത ആഴ്ചയിലത്തേക്കും ഇപ്പുറത്തേക്കും അങ്ങോട്ടേക്കും ഒക്കെ മാറ്റണം. അപ്പം ഇങ്ങനെ വരുന്നതിൻ്റെ പേരിൽ പഠിക്കാൻ പറ്റും ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന്. അത് നടക്കുന്നുണ്ട്. ഇന്നധികം നടന്നില്ല, ഇന്ന് മൊത്തം മീറ്റിംഗ് ആയിരുന്നല്ലോ. നാളെ പഠിക്കാൻ പറ്റും. നാളെ ഇരുന്ന് പഠിക്കണം. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ. കൊളാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം. പരീക്ഷ എന്തുകൊണ്ട് ഞാൻ തീവ്രമായി ഇപ്പോൾ പഠിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ എൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് നല്ലവരായ ഉണ്ണികൾ അങ്ങടും ഇങ്ങടും പല രീതിയിലും മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പരീക്ഷയുടെ പ്രശ്നം. അപ്പോൾ പരീക്ഷയുടെ പ്രശ്നം മിക്കതും അടുത്ത ആഴ്ച കൊണ്ട് കുശാലാവും. അതായത് തുടങ്ങുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പരീക്ഷ പ്രശ്നം ഈ ആഴ്ച ഇല്ലായിരുന്നു. കാരണം പരീക്ഷ എടുത്ത് മാറ്റി വേറെ ദിവസത്തേക്ക്. എൻ്റെ ക്ലാസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതായത് പരീക്ഷ മാറ്റി കളിക്കൽ. വെറുത്തു പോവും. ഞാൻ ഒന്ന് പ്ലാൻ ചെയ്ത് വരും, ഇന്ന് ആറുകൾ മാറ്റും. ഇനിയിപ്പോൾ അവസാനം ഒക്കെ കൂടി കൂട്ടി കുഴച്ച് വയ്ക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആവട്ടെ, നമ്മുടെ ഇന്നത്തെ ജോലി പരിപാടികൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്ന പരിപാടിയാണ്. പിന്നെ നമ്മൾ മേടിച്ച സാധനത്തിൽ കുറച്ച് ചിക്കൻ്റെ പരിപാടി ബാക്കി വന്നു. ഞാൻ കൊടുത്തില്ല, കൊടുത്തു. പക്ഷേ അവരോട് ഇത് കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ നിന്നൊന്നുമില്ല. ഞാനൊരു പാക്കറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചു. അത് ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടുപോകും, വൈകുന്നേരം ഡിന്നറായിട്ട് കഴിക്കും. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. ശുഭരാത്രി, ഗുഡ് നൈറ്റ്, ബൈ ബൈ. കഥം ഇന്നത്തെ വ്ളോഗ്. ബൈ.